മഴക്കാലമൊക്കെ ഒരുവിധം ഒതുങ്ങിയെന്ന് തന്നെ പറയാമല്ലേ. നീ നവംബർ ഡിസംബറൊക്കെ കഴിയുമ്പോഴേക്കും ഈ ബോഗൺവില്ലയൊക്കെ പൂത്തുലയണ സമയമല്ലേ. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കളകളും പിന്നെ ഈ ഒരു വയലറ്റ് പൂവുണ്ടാവണ ചെടി ഉണ്ടല്ലോ, ആ ചെടി ഈ ചട്ടിയിൽ നിറഞ്ഞിട്ട് ബോഗൺവില്ല അത്ര കണ്ട് ഉഷാറാവണില്ല. ഈ ചെടീൻ്റെ അടിയിൽ നിറയെ കിഴങ്ങുകളാണ് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേൽഭാഗം പറിച്ച് നീക്കിയാലും ആ ചെടി വീണ്ടും കരുത്തോട് കൂടിയിട്ടാണ് വളരുക. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടണം. ഈ ഒരു ഭാഗത്ത് നമ്മുടെ കടലച്ചെടിയിലൊക്കെ നല്ല പൂവുണ്ടായി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നിറച്ച് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മഞ്ഞപ്പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് കടലച്ചെടി കേട്ടോ. കടലയൊന്നും ഉണ്ടാവില്ല ഇതിൽ, സാധാ കടലച്ചെടി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ചതിന് ശേഷം അവരൊക്കെ ചവിട്ടിയിരുന്നു ഇവിടെ. അപ്പോൾ കുറേ സ്ഥലത്ത് നമ്മുടെ കടലച്ചെടിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ മണ്ണൊക്കെ കുത്തി ഇളക്കിയിട്ട് നമുക്ക് അവിടെയൊക്കെ പിന്നെ നട്ടു കൊടുക്കണം കേട്ടോ കടലച്ചെടി. അപ്പം ആ ഒരു പണിയുണ്ട്. പിന്നെ ചെടികൾക്കൊക്കെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെയുള്ളൊരു പണികളൊക്കെയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് എന്നെ സഹായിക്കാൻ ഞാൻ ഒരാളെ വിളിച്ചിരിക്കുക കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏട്ടൻ തന്നെയാണ്. വിളിക്കാനുള്ള കാരണം 2 ദിവസം മുമ്പ് ഞാനൊന്ന് വീണു. അപ്പോൾ നെറ്റി ഒന്ന് പൊട്ടി, കൈൻ്റെ ഷോൾഡറിന് ഒരു വേദനയുണ്ടിട്ട്. അപ്പോൾ ഇനി അത് എടുത്തിട്ട് ഇനി അധികം വെച്ചിട്ട് ഇവരും കൂടി കൂട്ടിയിട്ടോ. അത് മെല്ലെ അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ ബോഗൺവില്ലയൊക്കെ നമുക്ക് വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കളകളുടെ കിഴങ്ങോ വേരോ അതൊക്കെ ഒന്നായിട്ട് പിന്നെ പോക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ രണ്ടാമത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ ഉഷാറായി വരും കേട്ടോ. ഇത് നല്ല അങ്ങോട്ട് നിറഞ്ഞു. ഇപ്പം നല്ല ഒരു 2 മാസം ഒക്കെ നല്ല മഴയല്ലായിരുന്നു. അപ്പോൾ ഇവിടേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഇതൊക്കെ നല്ല തഴച്ച് വളർന്നു, അതാണ് ഉണ്ടായത്. അപ്പോൾ ഇനി ഇതിൽ കണ്ടില്ലേ നിറച്ച് കിഴങ്ങാണ്. ചില ചട്ടിയിൽ നിന്നൊന്നും ഈ ബോഗൺവില്ല എടുക്കാനേ പറ്റിയിരുന്നില്ല. അത് വേരും എല്ലാം കൂടി പറ്റി പിടിച്ചിട്ട്. അപ്പം നമ്മൾ കഴിയുന്നത്തോളം ചകഞ്ഞ് എടുത്തതിന് ശേഷം പിന്നെ മണ്ണ് വളമൊക്കെ ഇട്ട് കൊടുക്കുക ചെയ്തത് കേട്ടോ. പിന്നെ കിട്ടിയതൊക്കെ ഞങ്ങൾ ഇതേമാതിരി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ചട്ടിയിൽ വെച്ച് കൊടുത്തു. ഇനി അതിലേക്ക് മണ്ണും വളവും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള വളങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പോവാം കേട്ടോ. നല്ല ചുവന്ന മണ്ണെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, ഗോമൂത്രം, സാഫ് ഒരു നുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 2 സ്പൂണൊക്കെ. പിന്നെ നമ്മുടെ 19 കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതൊക്കെ ചട്ടിയിൽ നിറച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അടിവളമായിട്ട് ചാണകപ്പൊടി ഇട്ടിട്ടാണ് അതിൻ്റെ മുകളിലാണ് വളങ്ങളൊക്കെ മിക്സ് ചെയ്ത മണ്ണിട്ട് കൊടുത്തു കേട്ടോ. മണ്ണിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ചട്ടീൻ്റെ പകുതി വരെ ഇട്ട് കൊടുക്കാവൂ. മറ്റേ നമ്മൾ നനയ്ക്കൊക്കെ ചെയ്യുമ്പം ആ മണ്ണും വളവും ഒക്കെ പുറത്തേക്ക് പോയി പോകും കേട്ടോ. നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ചെടികളും വെട്ടി ഒതുക്കിയിട്ടുണ്ട്. പുല്ലൊക്കെ മിഷൻ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് വെട്ടി ഒതുക്കിയ 10 മണി കേട്ടോ. അപ്പോൾ നല്ല പച്ചക്കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് റൗണ്ട് അടിച്ച് കാണിച്ചു തരാം നമ്മുടെ പൂന്തോട്ടം. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.